ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞ് ഇന്ത്യ. ചൈനയും പാകിസ്ഥാനും ഒന്നായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ രാജ്യത്തിനെതിരെയുള്ള ശത്രുക്കൾ ഒന്നിച്ചാൽ ഉണ്ടാകാവുന്ന അപകടം അത് മുൻകൂട്ടി കണ്ടാണ് സൈന്യത്തെ കരുത്തരാക്കാൻ ഭാരതം പടയൊരുക്കം നടത്തുന്നത്. കിഴക്കൻ ലഡാക്കിലെ നിയന്ത്രണ രേഖയിൽ ചൈനയുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ എല്ലാ സായുധ സേനകളെയും ഉൾപ്പെടുത്തി ഇന്ത്യ വലിയ സൈനിക അഭ്യാസം ആരംഭിച്ചു. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും ചൈനയുമായുള്ള LICയിലെ സൈനികരുടെ അഭ്യാസങ്ങളും തയ്യാറെടുപ്പുകളും കാണുന്നതിനായി ലഡാക്ക് സന്ദർശിക്കും. ഈ അഭ്യാസങ്ങൾ കിഴക്കൻ ലഡാക്കിലെ സംഘർഷ മേഖലകളിൽ 4 വർഷത്തിലേറെയായി വൻതോതിൽ വിന്യാസം നടത്തി ഇതിനകം തന്നെ വളരെ ഉയർന്ന സായുധ സേനയുടെ മനോവീര്യം വർദ്ധിപ്പിക്കും. അഭ്യാസങ്ങൾ സംഘടനകളോടുള്ള ദ്രുത പ്രതികരണത്തിന് സായുധ സേനയെ കൂടുതൽ സജ്ജരാക്കും. LICയുടെ മലയോര ഭൂപ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള തയ്യാറെടുപ്പ് പരിശോധിക്കുക, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുക. കിഴക്കൻ ലഡാക്ക് മുഴുവനായും അഭ്യാസങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിലും പ്രശ്നമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ തയ്യാറെടുപ്പ് നടത്തുക. നടന്നുകൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങളിൽ ചൈനീസ് മുന്നേറ്റങ്ങളെ ചെറുക്കുന്നതിനുള്ള പുതിയ സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. യുദ്ധ ഉപകരണങ്ങൾ, കൂട്ടം ഡ്രോണുകൾ, കൗണ്ടർ ഡ്രോൺ സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട നിരീക്ഷണ സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. ഇന്ത്യൻ ആർമിയും ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയും 2020 മെയ് മുതൽ കിഴക്കൻ ലഡാക്കിലെ പല പ്രദേശങ്ങളിലും നേർക്കുനേർ ഏർപ്പെട്ടിരിക്കുകയാണ്. കിഴക്കൻ ലഡാക്കിൽ പ്രത്യേകിച്ച് ശൈത്യകാലത്ത് നിലനിൽക്കുന്ന കഠിനമായ ശൈത്യകാല സാഹചര്യങ്ങളിൽ ആ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി പാർപ്പിടം, എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ത്യൻ സൈന്യം നിർമ്മിച്ചിട്ടുണ്ട്. T-90, T-72 പ്രധാന യുദ്ധ ടാങ്കുകൾ, K-9 വജ്ര സ്വയം പ്രവർത്തിപ്പിക്കുന്ന പീരങ്കി തോക്കുകൾ, വ്യത്യസ്ത മിസൈൽ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ കിഴക്കൻ ലഡാക്കിലെ അതിർത്തി രേഖയ്ക്ക് സമീപം കനത്ത കവചിത യൂണിറ്റുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. 2020 മുതൽ 500-ലധികം ടാങ്കുകളും കവചിത യുദ്ധവാഹനങ്ങളും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വേഗത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം സൈന്യം ഭരണമേറ്റതിനു ശേഷവും ബംഗ്ലാദേശിൽ സംഘർഷം തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസവും വിദ്യാർത്ഥികൾ റോഡുകൾ തടയുകയും പ്രകടനം നടത്തുകയും ചെയ്തു. സംഘർഷം തുടങ്ങിയ ശേഷം രാജ്യത്തുടനീളമുള്ള പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് നിരവധി പോലീസുകാരാണ് കൊല്ലപ്പെട്ടിരുന്നത്. സംഘർഷം വ്യാപിച്ചതോടെ പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഡ്യൂട്ടിയിൽ നിന്ന് പോയതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ നിലവിലെ പ്രതിസന്ധി കൈകാര്യം ചെയ്യാൻ പോലീസ് സേനയിലെ ഓരോ അംഗത്തോടും ഡ്യൂട്ടി പുനരാരംഭിക്കാനും ക്രമസമാധാന പാലനം നടത്താനും ബംഗ്ലാദേശ് പോലീസ് ഫോക്കൽ പേഴ്സണായി നിയമിതനായ അഡീഷണൽ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് AKM ഷാഹിദുർ റഹ്മാൻ ഉത്തരവിറക്കി. ബംഗ്ലാദേശ് സ്കൗട്ട് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പലയിടത്തും ഗതാഗതം നിയന്ത്രിക്കുന്നത് കണ്ടതായി ധാക്ക ട്രിബ്യൂൺ പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫാക്ടറികൾക്ക് നേരെയുണ്ടായ തീപിടുത്ത സംഭവങ്ങൾക്കിടയിൽ തങ്ങളുടെ യൂണിറ്റുകളും സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാര സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.